ഐശു ഇടിയിറച്ചി കഴിച്ചിട്ടുണ്ടോ? ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാവേ. വേവിച്ചെടുത്ത് നമുക്കിനി ജാറിലിട്ടിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാവേ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. കറിവേപ്പില, സവാള, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് സോയാ സോസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് മാറ്റി വെക്കണേ. ഇനി അതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിന് എണ്ണ, തേങ്ങാക്കൊത്ത്, കുഞ്ഞുള്ളി, ഇടിമുളക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. മുളക് പൊടി, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ഇടിയിറച്ചി റെഡിയായി. ഇടിയിറച്ചി